അല്പം പഴയ കഥയാണ്. രാജാവിൻ്റെ ഹൃദയത്തിന് എന്തോ ഗുരുതര അസുഖമാണ്. അതിനാൽ രാജാവിൻ്റെ ഹൃദയം മാറ്റിവെക്കണം. മന്ത്രി ആ ദേശത്തുള്ള എല്ലാ ജനങ്ങളെയും രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഒരുപാട് പേര് ആ രാജസന്നിധിയിൽ എത്തിയപ്പോൾ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഹൃദയം എടുത്തുകൊള്ളുക, എൻ്റെ രാജാവിനെ രക്ഷിച്ചാലും. മന്ത്രിക്ക് സന്തോഷമായി, രാജാവിനും. കാരണം തൻ്റെ പ്രജകളെല്ലാം തനിക്ക് ഹൃദയം നൽകുവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഒടുവിൽ മന്ത്രി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് താഴേക്ക് ഒരു തൂവലിടും. അത് ആരുടെ മേൽ വീഴുന്നോ അയാളുടെ ഹൃദയം രാജാവിന് നൽകണം. അങ്ങനെ മന്ത്രി ഒരു തൂവൽ മുകളിൽ നിന്ന് ഇട്ടു. പക്ഷേ ആ തൂവൽ നിലം തൊടുന്നില്ല. ഓരോരുത്തരുടെ അരികിലെത്തുമ്പോഴും അവർ ആ തൂവലിനെ ഊതി പറപ്പിച്ച് കളയുകയാണ്. അതെ, പലപ്പോഴും നമ്മൾ ജനക്കൂട്ടത്തോടു കൂടി ആയിരിക്കുമ്പോൾ, ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിലായിരിക്കുമ്പോൾ പലതും വിളിച്ചു പറയുവാനും പലതും ചെയ്യുവാനും നമുക്കിഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും അതിനെയൊക്കെ നേരിടുവാനും നമുക്ക് ശക്തിയുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും പലതും വിളിച്ചു പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ, അതിനെ നേരിടാനുള്ള മനക്കരുത്ത് നമുക്ക് രൂപീകരിച്ചെടുക്കാം.